ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ സേവിയർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഇഞ്ചിപ്പുല്ല്. ഇഞ്ചിപ്പുല്ലിന്റെ തൈലം ഒട്ടനവധി കണ്ടീഷനിൽ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ചില സംഗതികളാണ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഏതേത് അവസ്ഥയിൽ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇഞ്ചിപ്പുല്ല് ഇതിന്റെ രസഗുണ വീര്യ വിഭാഗങ്ങൾ പറയുകയാണെങ്കിൽ ഇത് കടു വിഭാഗമാണ്, അതുപോലെ ഉഷ്ണവീര്യാണ്, എന്നാൽ തിക്ത മധുര കടു രസമാണ്. ഓക്കെ, ലഘു സ്നിഗ്ധ ഗുണമാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്. ഇതിൽ സിട്രോൾ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിന് ബാഷ്പ സ്വഭാവമുള്ള ഒരു തൈലം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് കഫത്തിനെ ശമിപ്പിക്കുന്നതിനുള്ള സ്വഭാവമുണ്ട്. കഫദോഷത്തെ ശമിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ജലദോഷം, കഫക്കെട്ട്, ചുമ, ആസ്മ, അതുപോലെ കഫം വർദ്ധിച്ചുണ്ടാകുന്ന അഗ്നിമാന്ദ്യം വഴി ഉണ്ടാകുന്ന ദഹനക്കേട്, ഇത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. ആമോദം, ഇത്തരം അവസ്ഥയിലും ഇത് ഉപയോഗിക്കാം. ജോയിന്റുകളിലൊക്കെ വേദന ഉണ്ടാവുമല്ലോ, അത്തരം അവസ്ഥകളിൽ ഇത് പറ്റിടാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മാർക്കറ്റിൽ വാങ്ങുന്ന പല ഹെഡേക്കിന് ഒക്കെ തലവേദനയ്ക്ക് വാങ്ങിക്കുന്ന പല ബാമുകൾ, അതുപോലെ പല പെയിൻ ബാമുകൾ, കോൾഡിനൊക്കെ റബ്ബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പല ഓയിലുകൾ, ഇതിലൊക്കെ ഈ ഇഞ്ചിപ്പുൽ തൈലം അടങ്ങിയിട്ടുണ്ട്. അതതിന്റെ കവറിൽ നിങ്ങൾക്ക് കാണാം, അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഞ്ചിപ്പുൽ തൈലം നമുക്ക് വീടുകളിൽ ഉപയോഗിക്കാനായിട്ട് സ്വല്പം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ അത് നിങ്ങൾക്ക് ഓരോ ഡ്രോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് തൊണ്ടയിലും മുഖത്തൊക്കെ പുരട്ടാം. മൂക്കിലും തൊണ്ടയിലൊക്കെ പുരട്ടിയിടാനായിട്ട് ഉപയോഗിക്കാം. അത് ആ നാസാരന്ധ്രങ്ങൾ തുറക്കുന്നതിന്, ആ മൂക്കടപ്പൊക്കെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഇത് ഇച്ചിരി വെള്ളത്തിലൊഴിച്ച് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുന്നതും നല്ലതാണ്. ജലദോഷം കുറയുന്നതിന്, ശിരസിനുണ്ടാകുന്ന ഭാരം, അതുപോലെ നെഞ്ചിലൊക്കെ പുരട്ടിയിട്ടിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ, ആവി ഉള്ളുകയാണെങ്കിൽ ആ നീർക്കെട്ട് കുറയുന്നതിന്, അതുപോലെ ആ കഫക്കെട്ട് കുറയുന്നതിന്, ചുമയും ആസ്മയും ജലദോഷവും ഒക്കെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇത് കുറച്ച് തുള്ളി, ഒരു 4-5 തുള്ളി ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിക്കുക. ആ വെള്ളം നമ്മൾ ചെസ്റ്റിലൊക്കെ പെയിൻ അനുഭവപ്പെടും, കഫം ചുമച്ച് നെഞ്ചിൽ വേദന അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ട്. അത്തരം അവസ്ഥയിൽ നെഞ്ചിൽ ഇത് പുരട്ടിയിടുക. അതിനുശേഷം ഇതൊരു 4-5 തുള്ളി ഒഴിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലൊരു തുണി മുക്കി പിഴിഞ്ഞിട്ട് ആവി പിടിക്കുക. ആ വേദനയുള്ള ഭാഗത്ത് ആവി പിടിച്ചു കഴിഞ്ഞാൽ ആ വേദന കുറയുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ സന്ധികളിലും, ആമവാദ രോഗികൾക്കൊക്കെ ജോയിന്റ് പെയിൻ ഉണ്ടാകുമ്പോൾ വേദനയുള്ള ഭാഗങ്ങളിൽ ഇത് പുരട്ടിയിടാം. ഇത് തന്നെ ഒഴിച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ തുണി മുക്കി പിഴിഞ്ഞ് ആവി പിടിക്കുന്നതിന് കൂടെ ചെയ്താൽ ഈ വേദന ശമിപ്പിക്കുന്നതിനും നിയന്ത്രിച്ച് നിർത്തുന്നതിനും സഹായിക്കാവുന്നുണ്ട്. അപ്പോൾ ആമവാദ രോഗികളിലുണ്ടാകുന്ന സന്ധികളിലുണ്ടാകുന്ന വേദന ശമിക്കുന്നതിന് കഫക്കെട്ട്, ആസ്മ, ജലദോഷം, ഇത്തരം അവസ്ഥകളിൽ ഉപയോഗിക്കാം. ഇനി അതുപോലെ ദഹനക്കേട് ഉണ്ടാകുമ്പോൾ ജാതിക്കയും കരയാമ്പൂവും അതുപോലെ ഒരു 4-5 തുള്ളി ഈ ഇഞ്ചിപ്പുല്ലിന്റെ തൈലവും കൂടെ ഒഴിച്ച് വെള്ളം തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളം കൂടെ 1/2 ഗ്ലാസ് വീതം പലവട്ടമായിട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദഹനക്കേട് ഉണ്ടാവുക. അതുവഴി ദഹനക്കേട് വഴി ഗ്യാസ് ട്രബിൾ ഉണ്ടാവുക. ഭക്ഷണം ദഹിക്കാതെ കൂടുതലായിട്ട് പോയി ഭക്ഷണം കഴിക്കുകയോ അതല്ലെങ്കിൽ വയറിന് പിടിക്കാത്ത എന്തെങ്കിലും ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുകയോ ചെയ്തിട്ട് ദഹനക്കേടും അതുവഴി ഛർദി, ഓക്കാനം, വിശപ്പില്ലായ്മ ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ജാതിക്കയും കരയാമ്പും ഒരു 4-5 തുള്ളി പുൽത്തൈലും കൂടി, ഇഞ്ചിപ്പുൽത്തൈലും കൂടി ഒഴിച്ച് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം 1/2 ഗ്ലാസ് വീതം പലവട്ടം കുടിക്കുക. ഓക്കെ, ഈ ദഹനം ഉണ്ടാക്കുന്നതിനും അഗ്നിമാന്തി ഇല്ലാതാക്കുന്നതിനും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിനും സഹായമാകുന്നുണ്ട്. ഓക്കെ, അത്തരം അവസ്ഥയിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് തന്നെ ഈ ഇഞ്ചിപ്പുല്ലിന്റെ വേര് അരച്ച് കൽക്കനാക്കിയിട്ടും അതുപോലെ ഇഞ്ചിപ്പുല്ല് കഷായം വെച്ച് ആ കഷായവും ചേർത്ത് നല്ലെണ്ണ കാച്ചി അത് അരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ഠമാല, ഗോയിറ്റർ എന്ന് പറഞ്ഞ കഴുത്തിലൊക്കെ മുഴകൾ ഉണ്ടാവുന്ന അവസ്ഥ, അത്തരം കണ്ടീഷനിൽ ഇത് ഉപയോഗിച്ച് നോക്കാം. ഇതിന് ശമനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. ഇതേ തൈലം തന്നെ ടോൺസിലൈറ്റിസ് ഉണ്ടാകുമ്പോഴും അതുപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള തൈറോയ്ഡ് പ്രോബ്ലംസിലും ഇതേ തൈലം ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്ന റിസൾട്ട് ഉണ്ടോ. ഓക്കെ, ഈ ചാനലിൽ പറയുന്ന ഓരോ ഔഷധദ്രവ്യവും നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് കൂടെ കൂട്ടിച്ചേർക്കാണ്. കാരണം ഇത് എന്തുമാത്രം ഉപയോഗിക്കണം, എത്ര കാലം, എത്ര അളവിൽ, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടതായ മറ്റ് ഔഷധങ്ങൾ, ഇതെല്ലാം നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടർക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അതിനാണ് ഈ ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെന്ന് പറയുന്നത്. അല്ലാതെ ഇഞ്ചിപ്പുല്ല് കുഴപ്പമുണ്ടോ, ഇഞ്ചിപ്പുല്ല് കഴിക്കുന്നതുകൊണ്ട് മതിയോ, ഇന്നൊരു രോഗത്തിന് ഇത് മതിയോ, കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഒന്ന് ഫോണിൽ കൂടെ ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചിട്ട് ഉപയോഗിക്കാന്നല്ല എൻ്റെ അർത്ഥം. മനസ്സിലായോ? നിങ്ങളുടെ ദേഹപരിശോധന നടത്തിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ അത് മാത്രം മതിയോ,
നിങ്ങളുടെ രോഗ തീവ്രത എന്തുമാത്രം ഉണ്ട്, അതല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഗതികൾ എന്തെങ്കിലും ഉണ്ടോ, ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട ഔഷധങ്ങൾ എന്തെല്ലാം, അത് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാനൽ പറയുന്ന ഓരോ ദ്രവ്യങ്ങളും പറയുന്നത്. ഇത് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്തരം ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്, ഇത്തരം കണ്ടീഷനിലൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷെ അത് നിശ്ചയിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ എടുത്തിരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇഞ്ചിപ്പുല്ല് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. സിട്രോൾ എന്ന് പറയുന്ന ഒരു ബാഷ്പ തൈലമാണ്, ബാഷ്പ സ്വഭാവമുള്ള ഒരു തൈലമാണ്. ഇതിൽ ആക്റ്റീവ് പ്രിൻസിപ്പിൾ. അത് വാറ്റിയെടുക്കാം, കടകളിൽ വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് വീടുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിന് ഉപയോഗിക്കാം. ഇതുപോലെ വേദനയുള്ള സന്ധികളിലൊക്കെ വെള്ളം തിളപ്പിച്ച് അതിൽ തുണി മുക്കി പിഴിഞ്ഞ് ആവി പിടിക്കുന്നതിന് ഉപയോഗിക്കാം. ഈ ഇഞ്ചിപ്പുൽ തൈലം അകത്തേക്ക് 1-2 തുള്ളി കരയാമ്പൂവും ജാതിക്കും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. മനസ്സിലായോ? ഇതുപോലെ കോൾഡ് വരുമ്പോൾ ആവി പിടിക്കുന്നതിനും മൂക്കിലും തൊണ്ടയിലൊക്കെ തൊണ്ടവേദനയോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടാകുമ്പോൾ നെഞ്ചിലും ഒക്കെ പുരട്ടിയിട്ടാൽ ആ കഫക്കെട്ട് അത്തരം സംഗതികൾ ആശ്വാസം ലഭിക്കുന്നതിനും സഹായകമാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇഞ്ചിപ്പുല്ല്. ഓക്കെ, ഇതൊരു നമുക്കിവിടെ റെയർലി കിട്ടുന്നതാണ്. പക്ഷേ തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ട് നമ്മുടെ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. വാറ്റിയെടുക്കുന്ന തൈലം നിങ്ങൾക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഓക്കെ ഉപയോഗിക്കുന്ന ഈ പെയിൻ ബാമുകളിലും കോൾഡിനായിട്ട് ഉപയോഗിക്കുന്ന ബാമുകളിലും ഒക്കെ നോക്കിക്കോ, ഈ ഇഞ്ചിപ്പുല്ലിൻ്റെ ഒരു കണ്ടന്റ് അതിലുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതിലൊക്കെ ചേർത്ത് ഉപയോഗിക്കുന്നുണ്ട്. പല ബാമുകളിൽ ചേർത്ത് വരുന്നു. കാംഫറും അതുപോലെയുള്ള സംഗതികൾ, മിൻറ്റ് ഓയിൽ, അതിൽ ഇതും കൂടെ ഇഞ്ചിപ്പുല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത്തരം കഫസംബന്ധമായ രോഗാവസ്ഥകളിൽ നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായകമാകുന്ന തരം ഓയിലുകൾ മാർക്കറ്റിൽ വിപണനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോൻ്റെ അവസാനം ഈ സൈഡിൽ മുൻപ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതുപോലെ ഈ സൈഡിൽ മുൻപ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളതെല്ലാം കയറി കാണുക. എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും താല്പര്യമുള്ള മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.